വാർത്തകളിലേക്കാണ്. ആദ്യം മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാവുകയാണ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം എന്നീ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അട്ടപ്പാടി, മണ്ണാർക്കാട് മേഖലയിൽ മഴ തുടരുകയാണ്. തൃശ്ശൂർ നഗരത്തിൽ പെയ്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി. ഇടുക്കിയിലെ മലയോര മേഖലകളിലും മഴ തകർത്ത് പെയ്യുകയാണ്. ഒപ്പം എറണാകുളത്തേക്ക് വന്നാൽ കൊച്ചിയിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും, തൃശ്ശൂരിൽ നിന്ന് സാനു കെ സജീവും, ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസും, പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരും ചെയ്യുന്നുണ്ട്. ആദ്യം കൊച്ചിയിലേക്കാണ്. രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും പെയ്ത മഴയിൽ കൊച്ചിയിലെ പല റോഡുകളും വെള്ളത്തിലടിയിലാണ്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണല്ലേ? നിഖില്, കഴിഞ്ഞ ദിവസം രാത്രിയിലും അതോടൊപ്പം തന്നെ പുലർച്ചെയുമായിട്ടും പെയ്ത മഴയിലാണ് കൊച്ചി നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഡിയം ലിങ്ക് റോഡിലാണ്. ഈ സ്റ്റേഡിയം ലിങ്ക് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. നിലവിൽ എറണാകുളത്ത്, അതായത് ഈ പ്രദേശത്ത് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അന്തരീക്ഷം മൂടപ്പെട്ട് തന്നെയാണ്. അടുത്ത വരും മണിക്കൂറുകളിൽ മഴ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇടറോഡുകളുടെയൊക്കെ തന്നെ അവസ്ഥ ഈ കാണുന്ന വിധം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. ഇത് ബസ് റൂട്ടൊന്നും അല്ല എങ്കിൽ കൂടി നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന ഒരു റോഡാണിത്. അതിൻ്റെ അവസ്ഥ ഇതാണ്. തൊട്ടപ്പുറത്തെ റോഡിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കാരണം ഇവിടങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യാത്ര വളരെ ദുഷ്കരമാണ്. പലതവണയും ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾക്ക് മുന്നിൽ ഇവിടുത്തെ പ്രദേശവാസികൾ പരാതികൾ ഉന്നയിച്ചിട്ട് കൂടി എല്ലാ മഴക്കാലത്തും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകൾ കടന്നു പോകുന്നത്. വാഹനങ്ങളൊക്കെ തന്നെ ചിലപ്പോഴൊക്കെ വഴിതിരിച്ച് വിടേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഇടറോഡുകളുടെയൊക്കെ അവസ്ഥയെന്ന് പറയുന്നത് ഈ റോഡുകളുടെ ഒരു കുഴി രൂപപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇത്രയധികം വെള്ളം ഇവിടേക്ക് കയറുന്നത്. മുട്ടോളമൊക്കെ തന്നെ വെള്ളം ഒരു 6 മണി സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മഴ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഈ വെള്ളം ഇറങ്ങുന്നത്. ഈ റോഡ് ഏതാണ്, ഓട ഏതാണ് എന്ന് പറയാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. ഈ ഓടയുടെ സ്ലാബുകളൊന്നും ഇല്ലാത്തിടങ്ങളിൽ വലിയ രീതിയിൽ അപകടം പതിയിരിപ്പുണ്ട്. കാരണം കാൽനട യാത്രക്കാർ ആരെങ്കിലും ഈ വെള്ളത്തിൽ കൂടി നടക്കാമെന്ന് കരുതിയാൽ തന്നെ ഈ ഓടയിൽ വീണ് അപകടം പറ്റാനും സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഈ സ്ലാബ് ഇല്ലാത്ത പല ഭാഗങ്ങളും, ഓടയിൽ സ്ലാബ് ഇല്ലാത്ത പല ഭാഗങ്ങളും കൊച്ചി നഗരത്തിൽ എമ്പാടുമുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ അവസ്ഥ, ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥ. മറ്റൊന്ന്, ഈ ഓടയിൽ നിന്നുമുള്ള വെള്ളം ഈ വെള്ളത്തോടൊപ്പം കലർന്ന് വലിയ രീതിയിൽ ജലജന്യ രോഗങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട്. എന്തായാലും കടകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഓട ശുദ്ധി, അല്ലെങ്കിൽ ഓടയുടെ ഈ മാലിന്യമൊക്കെ തന്നെ നീക്കം ചെയ്ത് നീരൊഴുക്ക് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനുള്ള ഒരു കാരണം, അതിൻ്റെ ആ ഒരു അവസ്ഥ ഒഴിവാക്കുക തന്നെ ചെയ്യും. പക്ഷെ അക്കാര്യത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള ഇടപെടലോ പദ്ധതിയോ ഇന്ന് വരെ കൊച്ചി കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടില്ല. അത് തന്നെയാണ് നാളുകളായിട്ടുള്ള ഈ ഒരു ദുസ്സഹാവസ്ഥയ്ക്ക് കാരണം. പല ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, പല ആളുകളും വഴിയാത്രക്കാരൊക്കെ തന്നെ അവിടെ തന്നെ നിന്നു പോകുന്ന ഒരവസ്ഥ. അവർക്കൊക്കെ തന്നെ ഓഫീസുകളിൽ പോകേണ്ട സമയമായി. പക്ഷേ ഈ വെള്ളക്കെട്ടിൽ കൂടി എങ്ങനെ പോകുമെന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള വലിയൊരു ചോദ്യം. കാരണം ആ കടയുടെയൊക്കെ സ്റ്റെപ്പ് വരെ വെള്ളം കയറിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഓടയുമുണ്ട്. ആ ഓടയുടെ ഭാഗത്ത് സ്ലാബ് ഇളകി കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നടന്നു പോകുന്നവർ വീണു പോയേക്കാം. അത് തന്നെയാണ് ഇറങ്ങാനായിട്ട് ഒരു പേടിച്ച് ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. വാഹനങ്ങളൊക്കെ തന്നെ പതുക്കെയാണ്, പെട്ടെന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നവരുമുണ്ട്. കാരണം എഞ്ചിൻ ഓഫായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളം കയറി എങ്ങാണ് ഓഫായി കഴിഞ്ഞാലോ എന്ന് പേടിച്ചാണ് ചിലർ ഓടിച്ച് കൊണ്ടുപോകുന്നത്. അത്രയധികം വാഹനങ്ങൾ ഈ ഒരു റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇവിടെ കുഴികളുള്ള ഒരു റോഡായിരുന്നു. ആ ഭാഗത്താണിപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് മീറ്ററുകൾക്കപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് സമാനമായിട്ടുള്ള നിരപ്പായ അവസ്ഥയാണ്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇത്രയധികം വെള്ളം കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കടകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവസ്ഥ എത്തിയിട്ടുണ്ട്. ഈ പലയിടങ്ങളിലും കളമശ്ശേരി ഭാഗത്താണെങ്കിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. നഗരം കേന്ദ്രീകരിച്ച് നിലവിൽ മഴയുടെ ഒരു ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറിൽ ശക്തമായിട്ടുള്ള കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മഴക്കെടുതിയും രൂക്ഷമാകാനും സാധ്യതയുണ്ട്. നിഖിൽ. ശരി രേഷ്മ, തുടരുക. ഇനി നമ്മൾ പാലക്കാടേക്കാണ് പോകുന്നത്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുണ്, ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ രാവിലെ മുതൽ മഴ
പെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജില്ലയിലെ മഴയുടെ അവസ്ഥ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ചെറിയ രീതിയിൽ നടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പാലക്കാട്ടെ മഴ നിഖിലെ, പാലക്കാട് നഗരത്തിൽ ഞാൻ നിൽക്കുന്ന നഗരത്തിൽ മഴ ഇല്ല. ഇവിടെ തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. അതേസമയം തന്നെ മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്ന സ്ഥിതിയാണ്. പ്രത്യേകിച്ച് അട്ടപ്പാടി അതുപോലെ തന്നെ മണ്ണാർക്കാട് മേഖലകളിലാണ് മഴ ശക്തമായിട്ട് പെയ്യുന്നത്. അവിടെ നിരവധി പാലങ്ങൾ മുങ്ങിയിട്ടുണ്ട്. മണ്ണാർക്കാട് തെങ്കര കാഞ്ഞിരം റോഡിലുള്ള കോസ്വേ പാലം നിറഞ്ഞൊഴുകി അത് മുങ്ങിയിട്ടുണ്ട്. അതുവഴി ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അലനല്ലൂരിലെ എടത്തനാട്ടുകര കണ്ണംകുണ്ട് പാലത്തിൽ വെള്ളം കയറി. ഇവിടെയും ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അട്ടപ്പാടി ചുരം പാതയിലൊരു മന്നംപൊട്ടി ഉണ്ട്. ആ മന്നംപൊട്ടിയിലെ പാലവും കഴിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെയും ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ മലയോര മേഖലയിലാണ് ശക്തമായ മഴ. കഴിഞ്ഞ പുലർച്ചെ മുതൽ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും അവിടെ തുടരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ ചില ഇടവിട്ട് പെയ്യുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം ചില ഇടങ്ങളിൽ ശക്തമായിട്ട് തന്നെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ മണ്ണാർക്കാടിന് പുറമെ ആലത്തൂർ അതുപോലെ തന്നെ വടക്കഞ്ചേരി നെന്മാറ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഇടവിട്ട മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ നഗരത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ പൂർണ്ണമായും തെളിഞ്ഞതല്ല. ചെറിയ രീതിയിൽ കാർമേഘം മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും മഴ ഏത് നിമിഷവും പെയ്യാവുന്ന ഒരു സ്ഥിതി തന്നെയാണ് നഗരത്തിലും ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ശക്തമായി ഇങ്ങനെ മഴ പെയ്ത് പാലങ്ങളൊക്കെ മുങ്ങുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കവിഞ്ഞൊഴുകുന്ന ഈ പുഴപ്പാലത്തിലൂടെയൊക്കെ ആളുകൾ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നതിനോ അല്ലെങ്കിൽ ആളുകൾ നടന്ന് അക്കരെ കടക്കുന്നതിനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തരുത് എന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാരണം അത് വളരെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതായിരിക്കും. മാത്രമല്ല ഈ മണ്ണാർക്കാട് മേഖലയിൽ കുന്തിപ്പുഴ ഉൾപ്പെടെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയുണ്ട്. അവിടെയൊക്കെ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നതോ മറ്റോ ഒക്കെ ആളുകൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതൊക്കെ ധാരാളം മുങ്ങി മരണങ്ങളൊക്കെ ജില്ലയിൽ തുടരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിൽ കുളിക്കാനും മറ്റുമൊക്കെ ഇറങ്ങുന്നത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൽ ഇറങ്ങരുത് ഈ സമയത്ത് എന്നുള്ള നിർദ്ദേശം അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും മഴ ഈ പാലക്കാട് ജില്ലയുടെ മലയോര മേഖലയിൽ പുരോഗമിക്കുന്നു, ശക്തമായ രീതിയിൽ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ നഗരത്തിൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. ശരി അരുണ, ഇനി നമുക്ക് തൃശ്ശൂരിലേക്കാണ് പോകേണ്ടത്. തൃശ്ശൂരിൽ നിന്ന് സാനു ചേരുന്നുണ്ട്. സാനു, തൃശ്ശൂർ ജില്ലയിലും ഇന്ന് റെഡ് അലേർട്ടാണ് ഉള്ളത്. തൃശ്ശൂരിൽ ശക്തമായ മഴ രാവിലെ മുതൽ തന്നെ പെയ്യുന്നുണ്ട് എന്നറിയുന്നു. കാരണം 2 മണിക്കൂറോളമായി നിർത്താതെ മഴ പെയ്യുന്നു എന്നറിയാൻ സാധിക്കുന്നു. നഗരത്തിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു അവിടെ നിന്ന്. സാനു. സാനുവിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. റെഡ് അലേർട്ടുള്ള മറ്റൊരു ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നറിയുന്നു. ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിന്, ഇടുക്കിയിലെ മഴ ഇന്നും ജില്ലയിലും ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴ കലക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്തായാലും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ അലർട്ടുകൾ മാറുന്ന ഒരു സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും നിലവിൽ ഡാമുകൾ തുറന്നിരിക്കുന്നതാണ് ഒരു പ്രതിസന്ധിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ആശങ്കയുള്ളത്. നിലവിൽ ചെറു ഡാമുകൾ, അതായത് പാമ്പ്ള, കല്ലാർകുട്ടി, അതുപോലെ തന്നെ മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ സമയത്ത് മഴ കനത്തപ്പോൾ തന്നെ ഉയർത്തിയിരുന്നതാണ്. ഇതുവരെ ഈ ഒരു ഷട്ടറുകൾ ഇതുവരെ അടയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഈ വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമാതീതമായി വരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ വെള്ളം പൂർണ്ണമായും പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൊടുപുഴ അതുപോലെ തന്നെ മൂവാറ്റുപുഴ ആറുകളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും പെരിയാർ നദിയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം തുടരുക തന്നെയാണ്. മറ്റ് നിയന്ത്രണങ്ങളൊന്നും നിലവിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. ഈ മൂന്നാറിൽ ഗ്യാപ്പ് റോഡിലാണ് നിലവിലൊരു നിയന്ത്രണമുള്ളത്. അത് രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പകൽ സമയങ്ങളിൽ ഈ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ പാറക്കഷ്ണങ്ങളും അടർന്നു
തകർന്നു വീഴാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഗ്യാപ്പ് റോഡിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിന്, പകൽ സമയങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ട് സഞ്ചാരികൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അധിക സമയം ഇത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് ഈ സ്ഥലങ്ങളിൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിൽക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കൂടാതെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ മേഖലകൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. വരും മണിക്കൂറുകളിലും മഴ ശക്തമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊടുപുഴ, അതുപോലെ തന്നെ മൂന്നാർ, നെടുങ്കണ്ടം, കട്ടപ്പന, കുമളി, പീരുമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് നിലവിലിപ്പോൾ ഇടുക്കി ജില്ലയിലുള്ളത്. ശരി സുബിൻ, നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. സാനുണ്ട്. സാനു, തൃശ്ശൂർ നഗരത്തിലടക്കം മഴ രാവിലെ മുതൽ തന്നെ തകർത്ത് പെയ്യുകയാണെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നിഖിൽ, രാവിലെ അതായത് കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇടതടവില്ലാതെ തൃശ്ശൂരിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇതിനോടകം തന്നെ വെള്ളത്തിലായിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, അതായത് തൃശ്ശൂർ ജില്ലയിലെ മറ്റൊരു പ്രത്യേകത കോൾ നിലങ്ങളും കോൾപ്പാടങ്ങളും ഉള്ള പ്രദേശമാണ്. ഈ കോൾ നിലങ്ങളിലെയും അതേപോലെ തന്നെ കോൾപ്പാടങ്ങളിലെയും ആ പ്രദേശങ്ങളിലെ വെള്ളം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വീണ്ടും ഒരു മഴ കൂടി എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു ആശങ്കയിലാണ് ജനങ്ങൾ. ഏകദേശം ഒരു 2.5 മാസത്തിലധികമായി ഒരു 400-ലധികം ജനങ്ങൾ ക്യാമ്പിൽ താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ക്യാമ്പിൽ തന്നെ തുടരേണ്ട ഒരു ഗതികേടിലേക്ക് ഈ മഴ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ അതിരപ്പള്ളി, വാഴച്ചാൽ അടക്കമുള്ള പ്രദേശങ്ങൾ, അതായത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിലവിൽ അടച്ചിട്ടുണ്ട്. ഇന്ന് റെഡ് അലർട്ടാണ്. അതിൻ്റെ ആ ഒരു സാഹചര്യം, അല്ലെ അപകട സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ്, അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മലക്കപ്പാറയിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുമില്ല. എന്തായാലും ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും ഇപ്പം നമ്മൾ കാണുന്നത് വടക്കേ സ്റ്റാൻഡ്, അതായത് തൃശ്ശൂർ ജില്ലയിലെ വടക്കേ സ്റ്റാൻഡ്, സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പ്രദേശത്താണ് നമ്മളുള്ളത്. ഈ പ്രദേശത്തെ റോഡുകളെല്ലാം ഇതിനോടകം തന്നെ വെള്ളം തങ്ങി കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതേപോലെ തന്നെ ഏറ്റവും ഗതാഗത തിരക്കുള്ള അതേപോലെ തന്നെ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന MG റോഡിലും നിലവിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആ MG റോഡിലെ ഓടകൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനമൊന്നും കൃത്യമായിട്ട് നടത്താത്തതിനെ തുടർന്ന് ഓടകളടക്കം കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ ആ ഓടകളിൽ നിന്നുള്ള വെള്ളം ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുന്നുണ്ട് എന്നൊരു വാർത്തയും നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും MG റോഡിൽ വെള്ളക്കെട്ടാണ്. അതേപോലെ തന്നെ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സമാന നിലയിൽ തന്നെ വെള്ളക്കെട്ട്. അതേപോലെ തന്നെ KSRTC റോഡ്, അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡ്, ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മഴ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂറിലധികമായി ഇടതടവില്ലാതെ തൃശ്ശൂരിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നു. ഒപ്പം തന്നെ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ട് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. നിഖിൽ, ശരി സാനു, വീണ്ടും നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുള്ളത്, ഈ പേട്ട താമരശ്ശേരി റോഡിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന ഒരു കാർ വെള്ളത്തിൽ വീണു എന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ. ആ വെള്ളക്കെട്ടിൽ വീണിട്ടുള്ളത്. കാർ ഉയർത്താനായിട്ടുള്ള ശ്രമം നിലവിൽ പുരോഗമിക്കുകയാണ്. ഡ്രൈവർ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ വലിയൊരു വെള്ളക്കെട്ട് രൂപപ്പെടുകയും അതിനോട് ചേർന്നുള്ള കുഴിയിലാണ് ഈ കാറ് സഞ്ചരിച്ച ഭാഗത്ത് സഞ്ചരിക്കവേ തന്നെ ആ കുഴിയിലേക്ക് വീണത്. വലിയ രീതിയിലുള്ള അപകടമാണ് നിലവിൽ ഒഴിവായിട്ടുള്ളത്. എന്നാലും കാർ ഉയർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഇത്തരമൊരു അപകടം ഇരിപ്പുണ്ട്. കാരണം ഈ പോകുന്ന സർവീസ് റോഡുകളിലാണെങ്കിൽ ഇട റോഡുകളിലാണെങ്കിലും ഈ സമാനമായിട്ടുള്ള കുഴികൾ ഉണ്ട്, പല ഭാഗത്തും ഉണ്ട്, റോഡിന്റെ വശങ്ങളിലുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കത്തില്ല. വഴിയാത്രക്കാർക്കാണെങ്കിലും ഈ വാഹനങ്ങളുമായിട്ട് പോകുന്നവർക്കാണെങ്കിലും അവർ അറിയാതെ ഈ കുഴിയിൽ ചെന്ന് പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് തന്നെയാണ് കാര്യത്തറ റോഡിലും സംഭവിച്ചത്. എന്തായാലും നാട്ടുകാരൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഈ കാർ ഉയർത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കളമശ്ശേരി, പേട്ട, കാര്യത്തറ റോഡ്, ഇടപ്പള്ളി ഭാഗങ്ങളിലും ഒപ്പം തന്നെ സ്റ്റേഡിയം ലിങ്ക് റോഡ് ഭാഗങ്ങളിലും ഉണ്ട്. എന്തായാലും മഴ കനക്കുന്നതോടുകൂടി ഈ ഒരു അവസ്ഥ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ആളുകൾക്ക് നടന്നു പോകാനോ അല്ലെങ്കിൽ വാഹനയാത്രികർക്ക് കടന്നു പോകാനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യം പല റോഡുകളിലുമുണ്ട്. എന്തായാലും
മഴ നിലവിൽ മാറി നിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇത്രയധികം വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. മഴ ശക്തമാകുന്നതോടുകൂടി കൂടുതൽ ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഒപ്പം തന്നെ വഴിയാത്രക്കാരടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ വരുന്ന ചേച്ചിയൊക്കെ തന്നെ കുറേ നേരമായിട്ട് അവിടെ നിന്നതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. കാരണം ഓഫീസ് ടൈമാണ്, ആ സമയത്തിന് ജോലിക്ക് കയറുകയൊക്കെ തന്നെ വേണം. ഈ വെള്ളക്കെട്ട് കാരണം ഈ ഓട ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവർ മാറി നിന്നതാണ്. പക്ഷേ എന്തും സംഭവിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ സൈഡ് വശത്തൊക്കെ തന്നെ ഓടയുണ്ട്, ഈ അപ്പുറത്ത് വ്യാപാര സ്ഥാപനമുണ്ട്, ഇപ്പുറത്ത് ഓടയുടെ സ്ലാബ് ഇല്ലാത്ത ഓടയും കൂടിയാണ് ആ ഭാഗത്തുള്ളത്. പക്ഷേ അവിടെയൊക്കെ തന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഭിത്തിയുടെ ഭാഗത്ത് വെള്ളത്തിന്റെ അടയാളമുണ്ട്. അത്രത്തോളം വെള്ളം പുലർച്ചെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇറങ്ങിയതാണ്. എന്തായാലും മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഈ ഭാഗത്തേക്ക് കയറാൻ കൂടി സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. നിഖിൽ, രേഷ്മ, ഒപ്പം തന്നെ ആ വരുന്ന ആളുകളുടെ വഴിയാത്രക്കാരുടെ പ്രതികരണം കൂടി തേടിയാൽ നന്നാവും. തീർച്ചയായിട്ടും നിഖിൽ, ചേച്ചി വളരെ ബുദ്ധിമുട്ടല്ലേ ചേച്ചി? അത്രയും നേരം അവിടെ നിന്നിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. അതെ അതെ, എന്ത് ചെയ്യാനാണ്, ഈ ഒരു അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പൊ കുറെ നാളായിട്ട് ഇത് തന്നെയാണ്. ഇവിടെ ജോലി ചെയ്യുന്നതാണോ ചേച്ചി? ഇല്ല, എറണാകുളത്താണ് ജോലി ചെയ്യണത്. ഇവിടെ സാധാരണ ഇങ്ങനെ കാണാറുണ്ടോ? സ്ഥിരമാണ് വെള്ളം അധികം, മഴ അധികം പെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇവിടെ വെള്ളക്കെട്ടാണ്. ആണല്ലേ, നമുക്ക് ബുദ്ധിമുട്ടാണ്, ജോലിക്ക് പോകാനും പറ്റത്തില്ല. അതെ അതെ അതെ, അത് തന്നെയാണ് നിഖില്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർക്കും തന്നെ നടന്നു വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവര് അവിടെ മാറി നിന്നാലും അവർക്ക് ജോലിയുടെ ഒരു സമയമൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവര് എങ്ങനെയെങ്കിലും പോകാമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ രക്ഷിക്കാൻ കൂടി ആൾക്കാർക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം കുഴി ഏതാണെന്ന് അറിയാൻ സാധിക്കത്തില്ല. കൊച്ചിയിലെ പല റോഡുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. പലയിടത്തും റോഡില് കുഴികളാണ്. കുഴികൾ കടന്നുകൊണ്ട് വാഹനയാത്രികർക്കോ കാൽനട യാത്രക്കാർക്കോ കടന്നു പോകാൻ സാധിക്കത്തുമില്ല. അതിനിടയിൽ തന്നെയാണ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും അലംഭാവം ഉണ്ടായിരിക്കുന്നത്. ഈ ഓടകൾ കേന്ദ്രീകരിച്ച് ശുചീകരണം ഇതുവരെ കോർപ്പറേഷൻ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓടകളുടെ വെള്ളം കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് കലരുകയും ഒപ്പം തന്നെ സ്ലാബ് ഇടാത്ത ഓടകളുണ്ട്. ഈ നേരത്തെ ഹൈക്കോടതിയുടെ അടക്കം ഉത്തരവുള്ളതാണ് കൃത്യമായിട്ട് ഓടകളുടെ സ്ലാബുകൾ ഇടേണ്ടത് എന്നുള്ളത്. പല യാത്രക്കാരും ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിക്കുന്നുണ്ട്. ചേട്ടാ, എന്താ അവസ്ഥ ഇവിടുത്തെ അവസ്ഥ വെച്ചാൽ എപ്പോഴുള്ള വെള്ളക്കെട്ടാണിത്. ഈ വെള്ളക്കെട്ടിന് എന്താണ് പരിഹാരം നോക്കി അത് പരിഹരിക്കണം. അത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ എന്താണെന്ന് വെച്ചാൽ ഇറങ്ങി നാട്ടുകാരോട് ചോദിച്ചത് പരിഹരിക്കാൻ. നിങ്ങൾ എല്ലായിടത്തും നാട്ടുകാരും കൂടി സഹകരിച്ചാൽ ഈ പ്രശ്നം തീരുള്ളൂ. നമ്മുടെ ഇവിടുത്തെ വെള്ളക്കെട്ടിന്റെ കാര്യം നമ്മളിവിടെ നാട്ടുകാർക്ക് ഇത് വിവരമുള്ളവരുണ്ടാവൂലേ, അവരൊക്കെ കൂടി ചേർന്ന് മനസ്സിലാക്കി കോർപ്പറേഷൻകാരും സഹകരിച്ച് ഇത് തീർക്കണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വെള്ളക്കെട്ട് വന്നിട്ട് ഓരോ വീടുകളിലാണ് കയറണത്. തീറ്റ വെള്ളം വരെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എല്ലാ വേസ്റ്റ്, ഹോട്ടലിലെ വേസ്റ്റ് എല്ലാം, അതെ കക്കൂസ് മാലിന്യം വരെ വരും. നമുക്കറിയാൻ പറ്റും, ഇതൊക്കെ രോഗത്തിന് കാരണമാവണല്ലേ. നമ്മൾ തിന്നുന്ന പ്ലേറ്റിന്റെ വൃത്തി മാത്രമേ നോക്കുന്നുള്ളൂ, അതിന്റെ പുറകോട്ടുള്ള കാര്യങ്ങളൊന്നും. റോഡിലൊക്കെ കുഴിയിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇത് എല്ലായ്പ്പോഴും ഉള്ളത്. എവിടെയാണ് ബ്ലോക്ക്, എന്താണ് പ്രശ്നം, ഇതിനു വേണ്ടി കാശ് ചെലവാക്കേണ്ട കോർപ്പറേഷൻകാർ. പക്ഷെ ഇത് ഉപകാരപ്പെടുന്നുണ്ടോ? അവിടെ കാണാൻ നന്നാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഈ വെള്ള ബ്ലോക്ക് ഉണ്ടാവും? ഇത് എന്തുകൊണ്ട് പോണില്ല? ഇതിങ്ങനെ കെട്ടിക്കിടക്കണതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇത് വണ്ടികൾ കംപ്ലൈന്റ് ആവുന്നു, ആളുകളുടെ ആരോഗ്യ പ്രശ്നം എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ഇവിടെയല്ല, എല്ലായിടത്തും ഉണ്ട്, ചെറിയ ചെറിയ എല്ലായിടത്തും. ഇപ്പോൾ ഈ സ്റ്റേഡിയം തന്നെ നല്ല എന്ന് പറയുന്നത്, സ്റ്റേഡിയത്തിന് എവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ടെന്ന് അറിയാം. ഇത് നാട്ടുകാരും മനസ്സിലാക്കുക, ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കുക. ഇത് എപ്പോഴും ഉള്ളതാണ്. ഇവിടെ ഇത്തിരി താന്ന് കിടക്കുന്നതാണ് ഈ പ്രശ്നം. ഇവിടെ ഈ ഭാഗത്ത് തന്നെ. പക്ഷെ താന്ന് കിടക്കണം മാത്രം ഇരുന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് എന്തോ ശരിയല്ല, എവിടെയോ ബ്ലോക്ക് ഉണ്ട്, എന്തോ പ്രശ്നമുണ്ട്. അത് എന്താണെന്ന് നോക്കുന്നത്. എപ്പോഴും ഉള്ളതാ. ഇവിടെ ഒരു കുഴി, അപ്പുറത്തൊരു കുഴി, ആ വഴിക്ക് കുഴി, എല്ലാ കുഴികളും താണ്ടി വേണം. സ്ഥലത്ത് കുഴപ്പമില്ല, പൊക്കത്തിൽ പോകുന്നുണ്ട് വണ്ടികൾ. ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകണം നടന്ന് ജോലിക്ക് പോകണവർക്കാ. നമ്മൾ വണ്ടി ഓടിക്കണവർക്ക് പതുക്കെ ഓടിക്കാന്ന് പറയാനേ പറ്റുള്ളൂ. ഒരു പരിധിവരെ പതുക്കെ, ഇത് പെട്ടെന്ന് കയറി പോയില്ലെങ്കിൽ വെള്ളം കയറുമ്പോൾ വണ്ടിക്കകത്ത്. നടന്നു പോണ സ്ത്രീകൾക്കാണ് കൂടുതലും ബുദ്ധിമുട്ട്. ചെറിയ കുട്ടികൾക്ക്, സ്കൂളിൽ പോണ കുട്ടികൾക്ക്, ഓഫീസിൽ പോണ കുട്ടികൾക്ക് ഈ വെള്ളം തെറിച്ച് അവരുടെ അവർക്ക്. നമ്മൾ വണ്ടിപ്പുറത്ത് പോണവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു വഴിയില്ലെങ്കിൽ വേറെ വഴി നോക്കി നമ്മളങ്ങ് പോകും. ഇത് ജനങ്ങൾ സഹകരിക്കണം, ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കണം. ഇതിന് പരിഹാരം കാണണമെന്ന് മനുഷ്യന് ആദ്യം തോന്നണം. എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറയാം, നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇതിന് സഹകരിക്കണമെങ്കിൽ സഹകരിച്ചത് ഗവൺമെന്റ് തലത്തിൽ ശരിയാക്കാൻ പറ്റുള്ളൂ. എല്ലായിടത്തും ഉണ്ട് ഈ കൊച്ചിയിലുള്ള പൊതുവെയുള്ള പ്രശ്നം, എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. അതെ നിഖിൽ, അതായത് കൊച്ചിയിലെ ഒരു സാഹചര്യം ഇങ്ങനെ തന്നെയാണ്. നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ പല റോഡുകളിലും വെള്ളം കയറും. ഇവിടുത്തെ പല റോഡുകളും താഴ്ന്നു കിടക്കുകയാണ്. കൃത്യമായിട്ട് ആ നിർമ്മാണം ശാസ്ത്രീയമായിട്ട് അവലംബിക്കാനോ അല്ലെങ്കിൽ താഴ്ന്നു കിടക്കുന്ന റോഡുകളുടെ അവസ്ഥ അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടോ അതിൽ കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറ് കുറച്ചുകൂടെ ഉയർത്തിക്കൊണ്ട് ചെയ്യാനായിട്ടോ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ ഓടകൾ കേന്ദ്രീകരിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായിട്ട് നടപ്പാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്കേജ് ഉണ്ടായിക്കൊണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ വെള്ളം കെട്ടി നിൽക്കും. അത് തന്നെയാണ് ഒരു യാത്രക്കാരൻ നമ്മോട് പങ്കുവെച്ചത്.
ശരി രേഷ്മ, എന്തായാലും മഴ തകർത്ത് പെയ്യുകയാണ്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അപ്പം തൃശ്ശൂരിലും മഴയുണ്ട്, നഗരത്തിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. അപ്പം ഇടുക്കിയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. വിവിധ ബ്യൂറോകളിലാണ് റിപ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചത്. തത്സമയം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.